ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ എല്ലാവർക്കും? ഞങ്ങൾക്കിവിടെ സുഖം തന്നെ കേട്ടാ. ഇന്നത്തെ വീഡിയോയിലെ ഞാൻ ഓസ്ട്രേലിയയിലെ 2 വിസകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്ന് 482, അടുത്തത് 186. സാധാരണ ചില ആളുകൾ സ്പോൺസർഷിപ്പ് ജോബ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ ജോബ് ഓഫർ കിട്ടും. ആ ജോബ് ഓഫർ കിട്ടുമ്പോൾ കിട്ടുന്ന വിസയാണ് 482 വിസ. ഈ വിസയ്ക്ക് ചില പോരായ്മകളുണ്ട്. വിസ നല്ലതാണ്, നമുക്ക് ലീഗലായിട്ട് ഓസ്ട്രേലിയയിൽ ചെന്ന് ജോലി ചെയ്യാം, ഫാമിലിയെ കൊണ്ടുപോകാം, എല്ലാം സാധിക്കും. പക്ഷെ ഇതൊരു ടെമ്പററി വിസയാണ്. ഇത് ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസയാണ്. അപ്പൊ ഈ വിസയിൽ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം പോരായ്മകളുണ്ടെന്ന് നമുക്കിവിടെ നോക്കാം. ഒന്നാമതായിട്ട്, ഇത് ഒരു ടെമ്പററി വിസ ആയതുകൊണ്ട് പെട്ടെന്ന് PR കിട്ടില്ല. നിങ്ങൾ ജോലി ചെയ്യുന്ന എംപ്ലോയറെ ആശ്രയിച്ചിരിക്കും. അതായത് ജോലി നഷ്ടപ്പെട്ടാലോ പുതിയ സ്പോൺസറെ ആശ്രയിക്കേണ്ടി വരും. അപ്പൊ ഇടയ്ക്ക് വെച്ച് ആ സ്പോൺസർക്ക് അത് കട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇനി ജോലി മാറണമെങ്കിലോ അതിനും നിയന്ത്രണങ്ങളുണ്ട്. അതായത് പുതിയ തൊഴിലുടമയിൽ നിന്നും ഒരു ജോബ് ഓഫർ നിങ്ങൾക്കിവിടെ കിട്ടണം. അങ്ങനെ പുതിയ സ്പോൺസറെ കണ്ടെത്തിയാലേ അടുത്ത ജോബിലേക്ക് മാറാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഈ 482 വിസയിൽ ജോബ് കിട്ടുമ്പോൾ ആ എംപ്ലോയറുടെ കീഴിൽ തന്നെ നിങ്ങൾ ജോലി ചെയ്യണമെന്ന് ഒരു നിർബന്ധമുണ്ട്. 2 വർഷത്തേക്കാണ് വിസ കിട്ടിയിട്ടുള്ളതെങ്കിലോ ആ 2 ഇയേഴ്സും നിങ്ങൾ ആ സെയിം എംപ്ലോയറുടെ കീഴിൽ ജോലി ചെയ്യണം. നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ നിങ്ങളുടെ ജീവിത ചെലവ്, വാടക, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ ആയിട്ട് ഒരുപാട് ചെലവ് വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ചില സമയത്ത്. അതേസമയം ഇതിന് നല്ല വശങ്ങളുണ്ട്. ഓസ്ട്രേലിയയിൽ നിയമപരമായിട്ട് ജോലി ചെയ്യാം, നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുപോകാം. ചില തൊഴിൽ മേഖലകളിൽ പിന്നീട് PR മാറാനുള്ള അവസരമുണ്ട്. അത് നിങ്ങളുടെ യോഗ്യത അനുസരിച്ചിരിക്കും. അതായത് സ്പോൺസർ ചെയ്യുന്ന കമ്പനിക്ക് വേണ്ടി മാത്രമേ ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ. പെട്ടെന്ന് ജോലി അവസാനിച്ചാൽ നിങ്ങൾ മറ്റൊരു സ്പോൺസറെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ പുതിയ ജോലിയിലേക്ക് മാറുകയോ രാജ്യം വിടുകയോ തന്നെ വേണം. ഇത്രയും കാശൊക്കെ മുടക്കി ഫാമിലിയൊക്കെ കൂട്ടി അവിടെ ചെന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോരാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയോ പണമാണ് നഷ്ടാവുന്നത്. മാത്രമല്ല നമുക്ക് അത് അംഗീകരിച്ചെടുക്കാനും കൂടുതൽ സമയം വേണം. നമുക്കത് ഉൾക്കൊള്ളാനും സാധിച്ചെന്ന് വരില്ല. അതുപോലെ ഈ വിസ കിട്ടാനുള്ള ചെലവും കൂടുതലായിരിക്കും. ഇംഗ്ലീഷ് ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ്, പോലീസ് ക്ലിയറൻസ്, വിസയ്ക്ക് ഫീസ്, ഇനി അസസ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള ചെലവ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് പണം ആവശ്യമുണ്ട്. അതേസമയം ഇതിന് നല്ല ശമ്പളമുള്ള ജോലികളും ലഭിക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുണമില്ലെന്നല്ല, ചിലർക്ക് അവർക്ക് പെട്ടെന്ന് തന്നെ PR കിട്ടാനുള്ള സൗകര്യം ഉണ്ടാവും. അതേ സമയത്ത് നിങ്ങൾക്ക് ആ ജോലി കിട്ടുമ്പോൾ ഈ 482 വിസയാണ് തരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്പോൺസറോട് ഒന്ന് നോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ചു നോക്കുക. അപ്പൊ നോമിനേറ്റഡ് വിസയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് സബ് ക്ലാസ് 186 വിസയായിരിക്കും. ഒരുപക്ഷെ അത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെന്ന് വരും. ഇത് ശരിക്കുള്ളൊരു PR വിസയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടി വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സെക്യൂർ ആയിരിക്കും. അപ്പോൾ 186 വിസ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് വിസയാണ്. ഓസ്ട്രേലിയയിൽ പെർമനന്റ് ആയിട്ട് താമസിക്കുകയും അവിടുത്തെ ബെനിഫിറ്റ്സ് അനുഭവിക്കുകയും ചെയ്യാൻ പറ്റിയൊരു വിസയാണ് സബ് ക്ലാസ് 186. ഓസ്ട്രേലിയയിൽ സ്ഥിരമായിട്ട് താമസിക്കാനും ജോലി ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ ജീവിതകാലം മുഴുവനും ആ ഒരു എംപ്ലോയറുടെ കീഴിൽ ജോലി ചെയ്യണമെന്നില്ല. ആ ജോലി നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വേറെ ജോലിക്ക് അന്വേഷിക്കാം, കണ്ടെത്താം, അതുവരെ അവിടെ താമസിക്കാം. മാനസിക സമ്മർദ്ദം ഒന്നുമേ ഇല്ല. അതായത് ജോലി മാറ്റം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടാവും. പിന്നീട് അവിടെ താമസിച്ചുകൊണ്ട് സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാനുള്ള ഒരു വഴിയും തുറന്നു കിട്ടുന്നു. അതുപോലെ ഒരു പെർമനന്റ് റെസിഡൻസി വിസയാണ് 186 സബ് ക്ലാസ് എന്ന് പറയുന്ന വിസ. അപ്പോൾ ഇതിലാണ് തൊഴിലുടമ നിങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ തൊഴിലുടമ നോമിനേറ്റ് ചെയ്താൽ മാത്രമേ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ ജോലി കിട്ടുമ്പോൾ തന്നെ എംപ്ലോയറോടൊന്ന് ചോദിച്ചു നോക്കുക, നിങ്ങളെ ഒന്ന് നോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. നിങ്ങളുടെ ജോബ്, എക്സ്പീരിയൻസ്, അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്, ഇതൊക്കെ ഇതിനാവശ്യമാണ് കേട്ടോ. അപ്പൊ അതൊക്കെ പാസ്സായാലും മാത്രമേ ഇത്തരത്തിലുള്ള ഒരു നോമിനേറ്റഡ് വിസ കിട്ടുകയുള്ളൂ. നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ തൊഴിലുടമയുടെ ജോലി രാജിവെച്ചൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ 2 വർഷത്തേക്ക് നിങ്ങൾ അവിടെ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണം വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മാറാം. അതായത് ഒരു ഓപ്പൺ വിസയായിരിക്കും അത്. ഏത് തൊഴിലുടമയുടെ കീഴിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് 482 വിസയേക്കാളും നല്ലത്
186 വിസയാണ്. കാരണം ആദ്യത്തേത് ഒരു ടെമ്പററി വിസയാണ്, ഇതങ്ങനെയല്ല, പെർമനന്റ് റെസിഡന്റ് വിസയാണ്. പതിവ് പോലെ ഇന്നും ഞാനിവിടെ ഒരു ലിങ്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ജോബിനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ജോലി കിട്ടുന്ന ഒരവസരം വരുമ്പോഴാണ് ഈ നോമിനേറ്റഡ് വിസ തരാൻ പറ്റുമെന്ന് നമ്മൾ ചോദിക്കേണ്ടത്. അത് വളരെ ഹമ്പിളായിട്ട് വേണം റിക്വസ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന ആപ്ലിക്കേഷനിലോ ലെറ്റേഴ്സിലോ ഒന്നും ചെറിയൊരു മിസ്റ്റേക്ക് പോലും വരാനായിട്ട് പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക്ഡിനിൽ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക. ആ പ്രൊഫൈലിൽ നിങ്ങളുടെ യോഗ്യത മൊത്തം കാണിക്കുക, എക്സ്പീരിയൻസ് കാണിക്കുക. അതുപോലെ തന്നെ ലിങ്ക്ഡിനിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലിയിൽ അതിൻ്റെ തലപ്പത്ത് ജോലി ചെയ്യുന്ന ഓഫീസേഴ്സ് ഉണ്ടാവില്ലേ, അവരെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ റെഫറൻസ് കിട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. റെഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ ആരെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. കാരണം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടായിരിക്കും ഒരാളെ റെഫർ ചെയ്യുന്നത്. പിന്നെ ഉത്തരവാദിത്തം മുഴുവൻ ആ റെഫർ ചെയ്ത ആൾക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജോലി കിട്ടാനുള്ളൊരു വഴിയാണ് ഒരു റെഫറൻസ് കിട്ടുക എന്നത്. നിങ്ങൾ റെഫറൻസ് കിട്ടാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഇത്തരം രാജ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിലേ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളെ ഒന്ന് റെഫർ ചെയ്യാമോ എന്ന് ചോദിച്ചു നോക്കുക. അവർ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും കേട്ടോ. ഇവിടെ ആദ്യം ഒരു കുട്ടി വന്നു, ആ കുട്ടിയുടെ ബ്രദറിനെ റെഫർ ചെയ്തു. അങ്ങനെ ഇപ്പൊ രണ്ടുപേരും വോഡാഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ മറ്റു കമ്പനികളിലേക്ക് മാറി. റെഫറൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും ജോലി കിട്ടാനായിട്ട് ഉറപ്പാണ്. പലയിടത്തും ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും അതിനൊക്കെ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. IELTS ഒക്കെ പെട്ടെന്ന് തന്നെ എഴുതുക, ഹൈ സ്കോർ വാങ്ങുക. ഈ 186 വിസ നിങ്ങൾക്ക് നേരിട്ട് PR എടുത്ത് പോകാനുള്ള സൗകര്യത്തിന് ഈ IELTSന്റെ ഹൈ സ്കോറൊക്കെ വളരെ പെട്ടെന്ന് സഹായിക്കും കേട്ടോ. നിങ്ങളുടെ പോയിന്റ്സ് അനുസരിച്ചാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ടുള്ള വിസ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമ്മളിവിടെ അറിയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കുക. IELTSന് ഹൈ സ്കോർ കിട്ടാനായിട്ട് നോക്കുക. ഒരു ATS ഫ്രണ്ട്ലി CV തയ്യാറാക്കുക. അതോടൊപ്പം തന്നെ യാതൊരു തെറ്റും കൂടാതെ ഒരു കവർ ലെറ്ററും തയ്യാറാക്കുക. നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ എംപ്ലോയർക്ക് ഒരു കോൺടാക്റ്റ് ഇമെയിൽ അയച്ച് ചോദിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യാനായിട്ട് അതിയായ ആഗ്രഹമുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ ഓരോ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് കുറച്ച് കണ്ടന്റൊക്കെ ചേർത്തുകൊണ്ട് ഒരു കവർ ലെറ്റർ തയ്യാറാക്കുക കേട്ടോ. കൂടുതൽ എംപ്ലോയറിന് ഇൻട്രസ്റ്റ് ഉണ്ടാവാനായിട്ട് അത് വഴിയൊരുക്കും. കാരണം അവരുടെ കമ്പനിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ കാണുമ്പോൾ അവർക്ക് സന്തോഷമായിരിക്കും. ഇവിടുത്തെ എംപ്ലോയേഴ്സ് എന്ന് പറയുന്നതേ കുറച്ച് പൊക്കി പറയുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് കേട്ടോ. അപ്പം എല്ലാവരും വേഗം പോയി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തേ. അതുപോലെ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ലിങ്ക് എടുക്കാം കേട്ടോ. അങ്ങനെയും ജോലിക്ക് അപ്ലൈ ചെയ്യാം. അപ്പം എപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴും ഈ ഇൻഡീഡ് സീക്ക് വഴിയൊന്നും അപ്ലൈ ചെയ്യരുത്. ആ കമ്പനി ടൈപ്പ് ചെയ്തിട്ട് അവരുടെ വെബ്സൈറ്റ് എടുത്തിട്ട് അതിലൂടെ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ന്യൂസിലൻഡിൻ്റെ ഇമിഗ്രേഷൻ സൈറ്റിൽ അക്രഡിറ്റഡ് എംപ്ലോയേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ജോബ് ഏത് കമ്പനിയിലാണുള്ളതെന്ന് നോക്കിയിട്ട് ആ കമ്പനിയിൽ നേരിട്ട് പോയിട്ട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടിയെന്നിരിക്കും. അപ്പോൾ ആ ഭാഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണുന്നവരെ see you. Bye.